ഹലോ, ഹിസൂസ് ക്രാഫ്റ്റ് ചാനലിലേക്ക് എല്ലാവരും ഓടി വന്നോളി. പേര് പോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റ് ബേസ്ഡ് ചാനലാണ്. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്തതും കളയുന്നതും ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് അടിപൊളി വീട് അലങ്കരിക്കാവുന്ന വസ്തുക്കൾ ഉണ്ടാക്കുക, ഗിഫ്റ്റ് കൊടുക്കാവുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെ ആയിരിക്കണം, പടക്കം പൊടിച്ചിട്ടൊക്കെ അതിൻ്റെ വേസ്റ്റ് കിടക്കുന്നുണ്ട്. അതിന് അവിടെ ഇട്ട് പോരാൻ തോന്നിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാവാം ഇന്നത്തെ ആക്രിപ്പണി. വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്തു തുടങ്ങുന്നത്. ന്യൂസ് പേപ്പറിനെ ഇതുപോലെ 2 കഷ്ണമാക്കി ഇതുപോലെ ചുരുട്ടിയെടുക്കാം. കുറച്ചധികം ന്യൂസ് പേപ്പർ തന്നെ ഇതുപോലെ ചുരുട്ടിയെടുക്കണം കേട്ടോ. ഫസ്റ്റത്തെ വോയിസ് റെക്കോർഡിംഗ് ആയ കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട്. റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചുരുട്ടിയെടുത്ത പേപ്പർ ഇതേപോലെ ക്രിസ് ക്രോസ് ആയിട്ട് വെച്ച് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെട്ടിയെടുക്കാം. ഇതുപോലെ ഓരോന്നും വെട്ടിയെടുത്ത് നല്ല നീറ്റായി വെട്ടിയെടുത്ത് നമ്മളത് ഫുള്ള് ഷേപ്പാക്കി എടുക്കാം. നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള കുട്ടി കുട്ടി വീഡിയോസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നറിയാം, അതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കോർ ഇതുപോലെ വെട്ടി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തത് പെയിൻറ്റ് ചെയ്യലാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബ്രൗൺ പെയിൻറ്റാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. ഒരു ചെറിയ വുഡിൻ്റെ ഒക്കെ ഒരു കളർ വരാൻ വേണ്ടിയിട്ട് ബ്രൗൺ പെയിൻറ്റ് നല്ലോണം അടിച്ചു കൊടുക്കുക. പെയിൻ്റ് അടിക്കൽ ഒരുവിധം ഫിനിഷായിട്ടുണ്ട്. ഇതുപോലെ എല്ലാ എഡ്ജിലും പെയിൻറ്റ് നല്ലോണം അടിച്ചു കൊടുക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ പറക്കിയെടുത്ത നമ്മുടെ പടക്കത്തിൻ്റെ ബാക്കിയാണ്, വേസ്റ്റാണത്. അപ്പോൾ നമുക്കതൊരു ഫ്ലവർ വെക്കേണ്ട രീതിയിലാണ് സെറ്റാക്കി എടുക്കേണ്ടത്. പേപ്പർ കട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ പൈപ്പും അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതേ പടക്കത്തിൻ്റെ തന്നെ വേണമെന്നില്ല, നമുക്ക് എന്തും ഇതേ ഷേപ്പിലുള്ള എന്ത് വെച്ചും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ 3 അടിച്ചു കൊടുത്ത് ഉണക്കിയെടുക്കുക. ഇനി ഇത് രണ്ടും നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ഈസി ആയിട്ടുള്ള വാൾ ഹാങ്ങിങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ? ഇതിൽ ഫ്ലവറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറാവും. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്ക്, കുഞ്ഞുമക്കൾക്ക് ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ സമയം പോകാൻ എളുപ്പമാണ്. ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കാട്ടി കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.